നമ്മൾ ജനിച്ച നാൾ മുതൽ അല്ലെങ്കിൽ അനേക വർഷങ്ങളായിട്ട് എല്ലാ വർഷവും നമ്മൾ ഡിസംബർ 25 ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ നോക്കിക്കട്ടെ പ്രിയ, ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുമസ് ആഘോഷം കൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? നമുക്കറിയാം, പണ്ട് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അവൻ മറിയയുടെ സന്തതിയായിട്ട് ബേഥലഹേമിൽ ജനിച്ചു. അവൻ ജനിച്ചത് പുൽക്കൂട്ടിലല്ല, അവനൊരു വഴിയമ്പലത്തിലാണ് ജനിച്ചത്. എന്നാൽ ആ വഴിയമ്പലത്തിൽ അവനെ കിടത്തുവാൻ സ്ഥലം പോരാഞ്ഞിട്ട് അവനെ എന്താണ് ആ കാലിത്തൊഴുത്തിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. നോക്കുമ്പോഴേ ആ യേശുക്രിസ്തു ജനിക്കുമ്പോൾ ദൂതന്മാർ ഇങ്ങനെയാത്രോ, സകല മനുഷ്യർക്കും വരുവാനിരിക്കുന്ന ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് ഘോഷിക്കുന്നു. എന്താണ്? സകല ജാതികൾക്കും വരുവാനിരിക്കുന്ന ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് ഘോഷിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് ജനിക്കുമ്പോഴേ ദൂതന്മാര്, സ്വർഗീയ ദൂതന്മാര് പറഞ്ഞത് സകല മനുഷ്യർക്കും ആ യേശുക്രിസ്തുവിൽ കൂടെ സന്തോഷിപ്പാനുള്ള ഒരു ദിവസം വരുന്നു. അത് യേശുക്രിസ്തു ജനിച്ച നാളിനെ പറ്റി അല്ല പറഞ്ഞത്. ദൂതന്മാര് പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, വരും കാലങ്ങളിൽ ആ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമ്മളെ നാശത്തിലേക്കും പാപത്തിലേക്കും മരണത്തിലേക്കും അടിമപ്പെട്ടിരിക്കുന്ന പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്നുള്ള ദൈവകോടതിയുടെ നിയമത്തിൽ നിന്നും നമ്മുടെ വീണ്ടെടുപ്പ് ഈ ദൈവപുത്രൻ, ഈ ക്രിസ്തു, ഈ യേശു സാധ്യമാക്കും. അതെന്നാണ് താൻ ക്രൂശിൽ മരിക്കുമ്പോൾ. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് ആ ക്രൂശിൽ മരിക്കുമ്പോഴുള്ള സന്തോഷത്തിന്റെ മുന്നോടി മാത്രമാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ എല്ലാ വർഷവും ജനിക്കുന്നില്ല, എല്ലാ വർഷവും മരിക്കുന്നുമില്ല, ആണ്ടോടെന്നവൻ ക്രൂശിക്കപ്പെടുന്നതുമില്ല, ഉയർത്തെഴുന്നേൽക്കുന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുവനെ പോലെ അവൻ ഒരു ദിവസം ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിച്ചു. എന്നാൽ നമ്മൾ ജനിച്ചവണ്ണം പുരുഷ രക്തത്തിൽ അല്ലാത്തത് കൊണ്ട് അവൻ മാത്രം പാപമില്ലാത്തവനായിട്ട് ജനിച്ചു. ആ യേശു ക്രിസ്തു ജനിക്കുമ്പോൾ അവൻ ക്രൂശിൽ മരിക്കണമെന്നുള്ള അവനെ ലോകത്തിലേക്ക് അയച്ച പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം അവൻ ക്രൂശിൽ പൂർത്തീകരിക്കുകയും ചെയ്തു. ആകയാൽ എന്നെ കേൾക്കുന്നവരെ ഞാൻ പലവട്ടം പ്രസംഗിച്ചെന്ന് ഒരിക്കൽ കൂടെ പറയുന്നു, ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തുകയും നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുകയും അനവധി പാപങ്ങളിലേക്ക് പോവുകയും ചെയ്തുള്ളൂ. നോക്കുമ്പോൾ ക്രിസ്തുമസിന് കള്ളു കുടിക്കുക എന്നുള്ളത് എല്ലാവർക്കും ലൈസൻസ് കിട്ടിയ ഒരു ദിവസം പോലെയാണ്. എന്നാൽ മദ്യപാനി ദൈവരാജ്യം അവകാശമാകത്തില്ല, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് കൽപ്പിച്ചിരിക്കെ അതേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിന് വിരുദ്ധമായിട്ട് സംസാരിച്ച ക്രിസ്തുവിന്റെ നാമത്തില് നമ്മൾ മദ്യപാനത്തിലേക്ക് പോകുമ്പോൾ, അല്ലയോ ക്രിസ്തീയ മതവിശ്വാസികളെ, നിങ്ങൾ പോലും ഈ കർത്താവിനെ അംഗീകരിക്കാത്തത് വളരെ ദുഃഖകരമായിരിക്കുന്ന അനുഭവമാണ്. ആകയാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ കേട്ട പാട്ട് പോലെ നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാന് ഇങ്ങനെയുള്ള ആചാരങ്ങൾക്ക് കഴിയുന്നില്ല. നമ്മുടെ ഹൃദയത്തിന് സമാധാനം നൽകി തരുവാൻ ആഘോഷങ്ങൾക്ക് കഴിയുന്നില്ല. അനവധി നിരവധിയായിരിക്കുന്ന ആഘോഷങ്ങൾ ഓരോ വർഷവും നമ്മൾ ആചരിക്കുന്നുണ്ട്. നോക്ക്, പിന്നെ വിഷുവുണ്ട്, ഓണമുണ്ട്, ക്രിസ്തുമസ് ഉണ്ട്, ഈസ്റ്റർ ഉണ്ട്, ദുഃഖവെള്ളിയുണ്ട്, ആ മറ്റു വിധമായിരിക്കുന്ന ജാതികളുടെ അനവധി നിരവധിയായിരിക്കുന്ന ഉത്സവ ദിനങ്ങൾ, ദീപാവലി എല്ലാം നമ്മൾ ഓരോ വർഷം ആചരിക്കുന്നുവെങ്കിലും ഞാൻ പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനത്തിന്റെ ഒരു തടി കണ്ടെത്തുവാനും നിങ്ങളുടെ ഹൃദയത്തിൽ വെളിച്ചത്തിന്റെ ഒരു ദീപം കൊടുത്തുവാന് ഈ ആഘോഷങ്ങൾക്ക് കഴിയത്തില്ലെന്ന് മാത്രമല്ല, ഓരോ ഉത്സവം കഴിയുന്തോറും നിങ്ങൾ വീട്ടിൽ വാങ്ങിയ സാധനങ്ങളുടെ കടം വീട്ടുവാനായിട്ട് വീട്ടിൽ ഓടുകയാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന അടിമത്തത്തിന്റെ ചങ്ങലയിൽ നമ്മളെ ഓരോ ദിവസവും നമ്മുടെ കുരുക്ക് മുറുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസം നൽകി തരുവാൻ കഴിയാത്ത ഈ ഉത്സവങ്ങൾക്കപ്പുറം നിങ്ങളുടെ ഏതൊരു മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകി തരുവാൻ കഴിയുന്ന ഈ യേശു ക്രിസ്തുവിനെ, അത് ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ക്രിസ്തുവല്ല, ദുഃഖവെള്ളിയാഴ്ച അവന് വേണ്ടി കരയേണ്ടിയ ഒരു ദിവസമല്ല, ഈശ്വരന് വീണ്ടും കണ്ടുപിടിച്ച് നരകത്തിൽ പോകേണ്ട ദിവസമല്ല. പിന്നെയോ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് കഠിനമായിരിക്കുന്ന പീഡകളേറ്റ് മരിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരെയും പാപത്തിന്റെ ചുമടേറ്റതുകൊണ്ട് നമ്മുടെ പാപമാകുന്നു നമ്മളെ നിരന്തരമായിട്ടും ദുഃഖിപ്പിക്കുന്നത്, നമ്മുടെ പാപമാകുന്നു നമ്മളെ നിരന്തരം വേദനയിൽ കൂടെ കടത്തിക്കൊണ്ടു പോകുന്നത്, നമ്മുടെ വേദനയുടെ എല്ലാത്തിന്റെയും കാരണം നമ്മുടെ പാപമാകുന്നു. ആകയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭയങ്കരമായിരിക്കുന്ന പാപത്തിൽ നമ്മൾ മോചിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം സമാധാനം കൊണ്ട് നിറയും. നിങ്ങൾക്കറിയാമോ, ഈ ഭൂമി, ഈ ലോകം നിങ്ങൾ കണ്ടുകൊണ്ടുന്ന ഈ ലോകത്തില് ഇന്നത്തേക്കാളും ദുരവസ്ഥയിലേക്ക് നാളെ പോവുകയാണ്. നമ്മുടെ വ്യക്തി ജീവിതങ്ങള്, കുടുംബ ജീവിതങ്ങള്, സാമൂഹ്യ ജീവിതങ്ങള്, നമ്മുടെ രാജ്യപരമായിരിക്കുന്ന കാര്യങ്ങള് എല്ലാം ഓരോ ദിവസം കഴിയുന്തോറും കഠിനമായിരിക്കുന്ന ദുഃഖത്തിലേക്ക് വീണ്ടും വീണ്ടും കടന്നു പോവുകയാണ്. ദുരിതങ്ങളും കൊണ്ട് ഭൂമി അറിയാൻ പോവുകയാണ്. അതേപോലെ പ്രകൃതിക്ഷോഭങ്ങളും മനുഷ്യരെ കൊല്ലുന്നതും മനുഷ്യ ജീവന് വിലയില്ലാത്തവണ്ണം ഭൂമി ഇതാ നാശത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെയുള്ള മൃഗങ്ങളുടെ വില നമുക്കില്ല, നമുക്കറിയാം തെരുവ് പട്ടികളുടെ വില പോലും നമുക്കില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ അനേകരെ ഒരു തെരുവ് പട്ടി കടിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ പ്രവർത്തിക്കുവാൻ ആരുമില്ല. ആര്
ആരെങ്കിലും മനുഷ്യരുള്ള സ്നേഹത്തിൽ ആ തെരുവ് വെട്ടിയെ തല്ലിയാൽ മതി, കേസായി, ജയിലായി. നോക്ക് പ്രിയപ്പെട്ടെ, ഒരു തെരുവ് വെട്ടിയുടെ ഒരു വില പോലും ഇല്ലാത്ത മനുഷ്യ ജീവിതങ്ങളായിട്ട് നമ്മൾ തീരുമ്പോഴേ ഏതാനും നേതാക്കന്മാർക്ക് വേണ്ടി, ഏതാനും മതപുരോഹിതന്മാരുടെ ഇച്ഛയ്ക്ക് വേണ്ടി നമ്മുടെ ഉള്ള സമാധാനം കൂടെ നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ എല്ലാവരോടും പറയുന്നു, നമ്മുടെ സമാധാനത്തിന്റെ വഴി നിങ്ങൾ അറിയണം. നമ്മുടെ ഓരോരുത്തരെയും സമാധാനത്തിന്റെ വഴി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. അത് നീ ഏത് ജാതി മനസ്സിലായാലും ശരി, ഏത് പാപത്തിൽ കിടക്കുന്നതിനായാലും ശരി, നിങ്ങൾ എത്ര ഉന്നതമായിരിക്കുന്ന പദവിയിൽ ഇരിക്കുന്നതിനായാലും ശരി, ഒരു മനുഷ്യന്റെ ഹൃദയ സമാധാനം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ബൈബിൾ മതഗ്രന്ഥമല്ല. അനേകർക്ക് മതഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ ബൈബിൾ എന്ന് പറയുന്നത് മതഗ്രന്ഥമല്ല. അത് ദൈവത്തിന്റെ നമ്മളോടുള്ള അരുളപ്പാടുകളാണ്. ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പുള്ള ചരിത്രങ്ങൾ മുതൽ നാളെ ലോകാവസാനത്തിന് ശേഷമുള്ളതും നിന്നെ പറ്റിയും ബൈബിൾ എഴുതിയിരിക്കുന്നു. അത് എന്നെ കേൾക്കുന്ന നിന്നെ പറ്റി 2000 വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ബൈബിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തെ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അല്ല, മറ്റൊരു വചനം നിന്നോട് പറയുന്നു, ഒരമ്മ തന്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കുമോ? ഒരമ്മ താൻ പ്രസവിച്ച മകനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൻ നിന്നെ ഉപേക്ഷിച്ചാലും മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആകെ പ്രിയപ്പെട്ട് നിങ്ങൾ നോക്കുമില്ല, റാന്നി പട്ടണത്തിൽ കൂടെ 100 കണക്കിന് ആൾക്കാര്, കുറച്ചുപേര് തെക്കോട്ട് നടക്കുന്നു, കുറച്ചുപേര് വടക്കോട്ട് നടക്കുന്നു, കുറച്ചുപേര് കിഴക്കോട്ട്, കുറച്ചുപേര് പടിഞ്ഞാറോട്ട്, കുറച്ചുപേര് എന്താണ് വെറുതെ അവിടെ ഇവിടെയായിട്ട് കുത്തിയിരിക്കുകയും കുത്തി നിൽക്കുകയും ചെയ്യാണ്. ആർക്കും ലക്ഷ്യബോധമില്ല, എന്തിനു വേണ്ടിയാണ് ഓടുന്നത് പോലെ അറിവില്ല. പ്രഭാതത്തിൽ നമ്മൾ ഉത്സാഹത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങി, അതേ പ്രിയപ്പെട്ടവരെ, സൂര്യൻ ഉദിക്കുമ്പോൾ പ്രത്യാശയോടെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണർന്ന് പുറത്തേക്ക് പോവുകയാണ്. എന്നാൽ സമയമാകുമ്പോഴോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആകാശത്തിലെ പറവുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തില് കളകളാരവും ഒഴുകിക്കൊണ്ട് അന്നത്തെ തീറ്റയ്ക്ക് വേണ്ടി സന്തോഷത്തോടെ പറന്നുല്ലസിക്കുന്ന കിളികള് സന്ധ്യാസമയത്ത് ചേക്കേറുന്നത് കണ്ടിട്ടുണ്ടോ? വളരെ മൂകമായിട്ട് അതിന്റേതായിരിക്കുന്ന മരശില്ലകളുള്ള അതിന്റേതായിരിക്കുന്ന കൂടുകളിലേക്ക് അത് ചേക്കേറുന്നത് പോലെ മനുഷ്യപുത്രന്മാരെ, നിങ്ങളും പ്രഭാതത്തിൽ ഉണർന്ന് ഉല്ലാസത്തോടു കൂടി എഴുന്നേക്കുന്നുവെങ്കിലും സന്ധ്യാസമയമാകുമ്പോഴേക്കും കഠിനമായിരിക്കുന്ന വേദനയിൽ മുങ്ങി തീരുകയാണ്. നാളെ പറ്റിയുള്ള ഭാരങ്ങള്, ഇന്ന് ചെയ്യേണ്ടത് ചെയ്തു തീർക്കാനുള്ള വേദനകള്, ജോലി സ്ഥലത്തെ കഷ്ടപ്പാടുകള്, വീട്ടിലെ പ്രശ്നങ്ങള്, അനേകർക്ക് പട്ടിണി, രോഗങ്ങള്, പൈശാചിക ഭയങ്ങള്, മദ്യപാനങ്ങള്, പിന്നെന്താണ്, ഒരുവൻ അല്പം പണം കൊടുക്കാനുണ്ടെങ്കിൽ അവൻ നമ്മളെ പീഡിപ്പിക്കുന്നതും അവൻ നമ്മളെ പരിഹസിക്കുന്നതും നിന്ദിക്കുന്നതുമായിരിക്കുന്ന അനുഭവങ്ങള്. എന്നെ കേൾക്കുന്ന എല്ലാവരും, മട്ടുപ്പാവിലിരിക്കുന്നവരും തെരുവോരങ്ങൾ അലിയുന്നവരും ഒരേപോലെ മനസ്താപത്തോടു കൂടി നടക്കുകയാണ്, ഒരേപോലെ വേദന കൊണ്ട് നടക്കുകയാണ്. അപ്പോഴും നമ്മൾ നാളെ ക്രിസ്തുമസിന് വേണ്ടിയുള്ള മദ്യം വാങ്ങുവാനായിട്ട് ചോദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സമാധാനത്തിനുള്ള വഴി മദ്യത്തിലല്ല, നിങ്ങളുടെ സമാധാനത്തിന്റെ വഴി മതഭക്തിയിലല്ല, നിങ്ങളുടെ സമാധാനത്തിനുള്ള വഴി യാഗങ്ങളോ ബലികളോ കർമാചാരങ്ങളിലോ അല്ല. നിങ്ങളുടെ സമാധാനത്തിന്റെ വഴി ഏതെങ്കിലും പാർട്ടിക്കാരുടെ കൊടി പിടിച്ച് നിങ്ങളെ നിഷ്കരണം തള്ളിക്കളയുന്ന, അല്ലെങ്കിൽ എന്താണ്, രാജ്യത്വം പ്രാപിച്ചു കഴിയുമ്പോൾ നിന്നെ കാലുകൊണ്ട് ചവിട്ടിക്കളയുന്ന നിന്റെ നേതാക്കന്മാരിലുമല്ല. പിന്നെയോ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ സമാധാനത്തിന് വേണ്ടി സ്വർഗം വിട്ട് യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതേ പ്രിയപ്പെട്ട, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു സ്വർഗം വിട്ട് നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി നിന്റെ പാപത്തിന്റെ ശിക്ഷ ഏൽക്കാൻ വേണ്ടി അവൻ സ്വർഗം വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവനത്രേ നിന്റെ സമാധാനം, അവനിലത്രേ നിന്റെ ആനന്ദം കണ്ടെത്തേണ്ടത്. അവനിലുള്ള ആനന്ദം തീർന്നു പോകാത്ത ആനന്ദം, അവനിലുള്ള സന്തോഷം, നിത്യ സന്തോഷം. അവൻ നമുക്ക് തരുന്നതോ നിത്യജീവൻ, അല്ലെങ്കിൽ എന്താണ്, പാപമരണത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, ദൈവത്തോടുകൂടെ എന്നേക്കും ജീവിക്കുവാനുള്ള ഒരു ആത്മാവിനെ അവൻ നമുക്ക് തരും. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരമായിട്ട് നിങ്ങൾ എത്രയോ പണം ചെലവഴിച്ചു കഴിഞ്ഞു, എത്രയോ സ്ഥലങ്ങൾ നിങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. പക്ഷെ ഇന്നേ വരെ നിങ്ങൾക്ക് പാപമോചനം എന്ന സമാധാനത്തിലേക്ക് വരുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശിക്ഷാവിധിക്ക് യോഗ്യനാണ്, പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരണശിക്ഷയ്ക്ക് യോഗ്യനാണെന്നാണ്. അത് എങ്ങനെ തെളിയിക്കാമെന്ന് നിങ്ങൾക്കറിയാമോ? ഒരുവനൊരു കുറ്റം ചെയ്തു, ഒരുവനൊരു കൊലപാതകം ചെയ്തു, അവനെ തൂക്കി കൊല്ലുവാനായിട്ട് കോടതി വിധിച്ചു. അങ്ങനെ അവന്റെ ആ വധശിക്ഷയുടെ നാളെടുക്കുമ്പോഴേ അവനെ ഇതാ തൂക്കുകയറിന്റെ കീഴിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ അനുഭവിക്കുന്ന മരണവേദനയാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത്. എന്താണ്, നാളെ നമ്മുടെ ഇന്ത്യൻ കോടതി നമ്മളെ തൂക്കിക്കൊല്ലുമെന്നല്ല, പിന്നെയോ നമ്മൾ ചെയ്ത പാപത്തിന്റെ ശിക്ഷ ദൈവ കോടതിയുടെ മുമ്പിൽ നമ്മുടെ മരണശിക്ഷയായിട്ട് നരകവിധിയായിട്ട് മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും ദുഃഖഭാരത്തോടുകൂടി കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഹൃദയം തണുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരുടെ ഹൃദയം പ്രിയപ്പെട്ട എല്ലായ്പ്പോഴും കലുഷിതമായിട്ടിരിക്കുന്നത്. നമ്മുടെ പാപത്തെ പറ്റി, നമ്മുടെ പാപം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്ന ഈ ഭയങ്കരമായിരിക്കുന്ന നരകശിക്ഷ നമ്മൾ അറിഞ്ഞും അറിയാതെ നമ്മുടെ
മനസ്സാക്ഷിയിലുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം വേദനിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കൊടും ക്രിമിനലായിട്ട് നടക്കുന്ന ക്രൂരന്മാരായിട്ട് നടന്ന ചിലരെ മരണസമയമാകുമ്പോൾ അവർ ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ പോലും അവരിൽ നിന്നാണ് ക്രൂരത കാണിച്ച മനുഷ്യരെ അടുത്ത് വിളിച്ച് ക്ഷമ ചോദിക്കാറുണ്ട്. അപ്പോൾ മരിച്ചതിന് ശേഷം എന്റെ പാപത്തിന് ശിക്ഷ വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവന്റെ അവബോധ മനസ്സിലുള്ളത് കൊണ്ടാണ് അവൻ എന്താണ് ക്ഷമ പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, ആ ബിസിനസ്സുകാരെ, യാചകന്മാരെ, തെരുവോരങ്ങൾ നിൽക്കുന്നവരെ എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ എല്ലാവരുടെ വേദന ഒരുപോലാണ്. നിങ്ങൾ അതാത് വേഷം ധരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ അതിന്റെ അധികാരികളും പ്രൗഢികളും കാണിക്കുന്നു എന്നുള്ളതിനപ്പുറം നിങ്ങൾ എല്ലാവരുടെയും ഏകാന്തതയിൽ കഠിനമായിരിക്കുന്ന വേദനകളാണ്. അതേ പ്രിയപ്പെട്ടവരെ, ആ വേദനകളെ ജയിക്കുന്നത് യേശുക്രിസ്തുവുള്ള ദൈവത്തിന്റെ സ്നേഹമാണ്. ആ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വന്ന എല്ലാ പാപവഴികളെയും വിട്ടുതിരിഞ്ഞ് നിങ്ങൾ സമാധാനത്തിലേക്ക് വരുവാനുള്ള മാർഗം ഞാൻ പറഞ്ഞിട്ട് അതിന് ഏകമാർഗം ആ ക്രൂസിലേക്ക് നോക്കുന്നതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു എന്ന ഒരുവൻ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവവചനമായിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു ഒരു മനുഷ്യനാക്കി താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരം ചുമന്നുകൊണ്ട് നിനക്കും എനിക്കും പകരക്കാരനായിട്ട് ദൈവകോടതിയുടെ മുമ്പിൽ മരിപ്പാൻ വഴിയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പാപം ചെയ്തവരാണ്, നമ്മളെല്ലാവരും ദൈവത്തിന്റെ മുമ്പിൽ കുറ്റക്കാരാണ്, ഒരുത്തൻ പോലും നീതിമാന്മാരില്ല എന്നുള്ള അവസ്ഥയില് യേശുക്രിസ്തു ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു അവൻ മുഖാന്തരം ലോകം സൃഷ്ടിക്കപ്പെട്ടു. നമ്മൾ അനുഭവിക്കുന്ന സൂര്യനെ സൃഷ്ടിച്ചത് ഇവനാകുന്നു. എന്നിട്ട് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ ഓരോരുത്തരെയും പാപഭാരം സ്വയം ചുമന്നുകൊണ്ട് എനിക്കും നിനക്കും പകരക്കാരനായിട്ട് അവൻ ക്രൂശിൽ മരിച്ചു. പ്രിയപ്പെട്ടവരെ, നീ മരിക്കുന്നതിന് പകരം നിന്റെ പാപത്തിന്റെ ശിക്ഷയേറ്റ് അവൻ ഇതാ മരിച്ചിരിക്കുന്നു. ഇതൊന്ന് വിശ്വസിപ്പാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് സന്തോഷം ഉണ്ടാകുമായിരുന്നു. ഇതൊന്ന് വിശ്വസിപ്പാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് എന്താണ് പ്രത്യാശ ഉണ്ടാകുമായിരുന്നു. എന്നാൽ നമ്മുടെ ഹൃദയ കാഠിന്യ നിമിത്തവും ഉന്നതമായിരിക്കുന്ന പാപ നിമിത്തവും നമ്മൾ പലപ്പോഴും ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്നും പാപമോചനത്തിന് വേണ്ടി നമ്മൾ ഇന്ത്യ രാജ്യം മുഴുവൻ ഓടുകയാണ്. ചിലർ ഇസ്രായേലിലേക്ക് പോവുകയാണ്. യേശുക്രിസ്തുവിനെ അടക്കിയെന്ന് പറയുന്ന കല്ലറയിൽ പോയി മുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപമോചനം എങ്ങുമേ കിട്ടത്തില്ല. പാപമോചനം നീ ഇരിക്കുന്ന ഇടത്ത് തന്നെ അനുഭവിക്കാൻ ദൈവമില്ല, സൗജന്യമായിട്ട് തരുന്നതാണ്. പക്ഷെ അത് വാങ്ങുവാൻ താഴ്മ വേണം. പിന്നെ നീ വിശന്ന് വലഞ്ഞു പോകുമ്പോൾ ഒരു ദരിദ്രൻ നിനക്ക് ഒരു നേരത്തെ ഭക്ഷണം തന്ന നീ പറയും എനിക്ക് വേണ്ട എന്ന് പറയും. കാരണം എന്താണ്? നിന്റെ ഉന്നത ഭാവം, നീ അവനെക്കാളും വലിയവനാണെന്നുള്ള ഭാവം. അതുകൊണ്ട് ദാനം സ്വീകരിക്കാൻ നീ പട്ടിണി ഇരിക്കുന്ന പോലെ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു നിനക്ക് തരുന്ന പാപമോചനം സൗജന്യമാണ്. 50 പൈസ നീ മുടക്കണ്ട. നീ എന്താണ്? നീ വഴിയോരങ്ങൾ അലയണ്ട. നഗ്നപാതനായിട്ട് നീ എന്താണ് കഠിനമായിരിക്കുന്ന മൃഗങ്ങളേറ്റ് നടക്കുകയും വേണ്ട. പിന്നെയോ നിന്റെ ഹൃദയത്തിൽ നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഒന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ, ആ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇത്ര സിമ്പിൾ ആയിട്ട് തന്നെ പാപമോചനം നിന്റെ ഉന്നത ഭാവം കൊണ്ട് നീ വേണ്ടെന്ന് വെച്ചു. നീ ദൈവത്തെക്കാളും മഹാനാണ്, നീ ദൈവത്തെക്കാളും ഉയർന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നു നീ ആഗ്രഹിക്കുന്നു. എന്നാൽ യഥാർത്ഥമായിട്ട് നിന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ പുഴു കിടക്കുന്ന ചത്തുപോകാത്ത പുഴുക്കളും കേടാത്ത തീയുമുള്ള നരകവിധിയിലാണ് നമ്മൾ കിടക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പാപമോചനത്തിന് വേണ്ടി ഈ മരണത്തിൽ രക്ഷിക്കുന്നതിനോട് നമ്മൾ നിലവിളിച്ച് അപേക്ഷിക്കുമായിരുന്നു. അവൻ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതേ പ്രിയപ്പെട്ടവരെ, പാപമോചനത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരെ, പാപമോചനത്തിന് വേണ്ടി വഴിപാടുകളും യാഗങ്ങളും തീർത്ഥയാത്രകളും പദയാത്രകളും ഒക്കെ ചെയ്യുന്നവരെ ഇതാ നിങ്ങൾ എന്റെ അടുക്കലേക്ക് വാ, ഞാൻ നിനക്ക് പാപമോചനം തരാം. ഇതാണ് ആശ്വാസത്തിന്റെ വഴി. ആകയാൽ എന്നെ കേൾക്കുന്നവർ ഞാൻ ഒരു ചെറിയ പ്രസംഗം മാത്രമേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന അടുത്ത വർഷം നിങ്ങൾ ക്രിസ്തുമസ് ആഘോഷിക്കും, അടുത്ത വർഷം നിങ്ങൾ മദ്യപാനത്തിലേക്ക് പോകും പ്രിയപ്പെട്ടവരെ. എന്നാൽ നിന്റെ കുടുംബാന്തരീക്ഷം കഴിഞ്ഞ ക്രിസ്തുമസ് നിങ്ങൾ ആഘോഷിച്ചതാണ്. കഴിഞ്ഞ ക്രിസ്തുമസ് മുതൽ ഈ ക്രിസ്തുമസ് വരെയുള്ള ഒരു വർഷക്കാലം നീ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ എന്നെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്രിസ്തുമസിനുണ്ടായിരുന്ന സന്തോഷം പോലും നിനക്കും നിന്റെ ഭവനത്തിലുമില്ല, ദേശത്തുമില്ല നമുക്ക് കാണുവാൻ പറ്റും. അപ്പോഴെന്താണ്? അടുത്ത വർഷവും നീ ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ ഇന്നുള്ള സമാധാനം പോലും അടുത്ത വർഷം നിനക്ക് നഷ്ടപ്പെടാൻ പോകുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാം വിട്ടുകളഞ്ഞ് നിനക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ് രാജാവായിട്ട് മടങ്ങി വരുന്ന ഈ യേശുക്രിസ്തുവിനെ നിന്റെ രക്ഷകനും കർത്താവും ദൈവമായിട്ട് നിന്റെ ഹൃദയത്തിൽ അംഗീകരിച്ച് അവന്റെ കാഴ്ചപ്പാടുകളെ പിന്തുടരുവാൻ നിനക്ക് മനസ്സുണ്ടായിരുന്നുവെങ്കിൽ നിന്റെ എല്ലാ പാപ സ്വഭാവങ്ങളും മാറുകയും നിന്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുകയും ചെയ്തു. നോക്കുവിന് എന്നെ കേൾക്കുന്ന 100 ബിസിനസ്സുകാരന്റെ മുമ്പിലുണ്ട്, 100 ഓട്ടോറിക്ഷക്കാരന്റെ മുമ്പിലുണ്ട്, അനേക ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, സാധനം വാങ്ങാൻ വന്നവരും വാഹനം ഓടിക്കുന്നവരും ഡ്രൈവേഴ്സും കണ്ടക്ടർമാരും എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നു, നിങ്ങൾ 99.99% ആൾക്കാരും കടത്തിന്റെ നീർത്തുള്ളിൽ മുങ്ങിത്താഴുന്നവരാണ്. എന്തുകൊണ്ട്? കഠിനാധ്വാനം ചെയ്തിട്ടും മറ്റുള്ളവരെ കബളിപ്പിച്ച് 100 രൂപയുടെ സാധനം 500 രൂപയ്ക്ക് വിറ്റിട്ട് നിന്റെ കടബാധ്യത ഒഴിയുന്നില്ല. ഓരോ വർഷം കഴിയുന്നതോറും നിന്നെ അഗാധതയിലേക്ക് താഴ്ന്നു പോകുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നീർത്തുള്ളി
നീർച്ചുഴിയിൽ ഈ ലോകത്തിന്റെ ഈ കടൽത്തിരകൾ കടിയിൽപ്പെട്ട് നിങ്ങൾ കടക്കുകയാണ്. എന്നാൽ ആ കടൽത്തിരകൾക്ക് മുകളിലേക്ക് നടത്തുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. അവരിങ്ങനെ പറയുന്നു, ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിന്നെ നിർമ്മിച്ചവനുമായിരിക്കുന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ഓമനെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ പുഴയിൽ കൂടി കടക്കുമ്പോൾ പുഴ നിന്റെ മേൽ കവിഞ്ഞൊഴുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്നുപോകുകയില്ല. അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധനായിരിക്കുന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ പ്രാണന് പകരം ജാതികളെ തരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആകയാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, നീ എന്താണ് ഈ നീർച്ചുഴിയിൽ മുങ്ങിത്താഴേണ്ട. നീ കടലങ്ങൾ കടിയിൽ അടിപ്പെട്ട് നശിച്ചു പോകുകയും വേണ്ട. കർത്താവ് അതിൽ നിന്ന് വീണ്ടെടുപ്പാൻ ശക്തനായിരിക്കുന്ന ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഈ ലോകത്തില് ഇന്ന് വരെ ലോകമുണ്ട് മനുഷ്യനുണ്ടായിട്ട് 6000 വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തു മാത്രം. അതിനു മുമ്പ് ലോകമുണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നവനും ക്രിസ്തു മാത്രം. നാളെ ലോകാവസാനത്തിന് ശേഷവും ജീവനോട് ശേഷിക്കുന്നവൻ ക്രിസ്തു മാത്രം. ആകയാൽ പ്രിയപ്പെട്ടവരെ, ആ യേശു ക്രിസ്തുവിൽ മാത്രമേ നമ്മുടെ സമാധാനം വരികയുള്ളൂ. അവരിൽ മാത്രമേ മരണഭീതി നീങ്ങിപ്പോകുകയുള്ളൂ. കാരണം അവൻ മരിച്ചടക്കപ്പെട്ടുവെങ്കിലും നമുക്ക് പകരക്കാരനായിട്ട് അവൻ മരിച്ചുവെങ്കിലും അവൻ ഇതാ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവൻ നമുക്ക് വേണ്ടി ചെയ്തു എന്താണെന്നൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഒരാളെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ, ആയിരക്കണക്കിന് ജനങ്ങളുടെ മധ്യത്തിൽ ഒരൊറ്റ വ്യക്തി കേൾക്കാൻ വേണ്ടിയിട്ട് ദൈവം അയച്ചതാ. നിനക്കുള്ള നൂല് ഞാൻ പറയാം, നിന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നല്ല നീ പറയുന്നത്. അയ്യോ, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഞാൻ എന്റെ ബാല്യകാലം മുതൽ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല, ഞാൻ നിസ്സഹായ വയസ്സിലും ഏകനുമായിരുന്നു. വിവാഹത്തിന് ശേഷം പോലും എന്നെ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താവ് ഉണ്ടാകുവാനെ കൊതിച്ചു, അതും എനിക്കുണ്ടായിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ സ്നേഹം വ്യർത്ഥമാണ്, അവന്റെ കരുതൽ വ്യർത്ഥമാണ്. അവൻ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകുന്നതാണ്. അവന് പ്രതിഫലം കിട്ടുന്നില്ലെങ്കിൽ അവൻ നിന്നോടുള്ള സ്നേഹം നിന്നു പോകും പ്രിയപ്പെട്ടവരെ. എന്നാൽ ഒരു പ്രതിഫലവും കൂടാതെ നിന്റെ സ്നേഹത്തിന്റെ പ്രതിഫലം പോലും ആഗ്രഹിക്കാതെ നിന്നെ സ്നേഹിച്ച ഒരു കർത്താവ് എങ്ങനെ സ്നേഹിച്ചെന്നറിയാമോ? ആ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്നെ കേൾക്കുന്ന മരണമുള്ളവരെ കേട്ടുകൊള്ളുവിന്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമിലും ഗോൽഗോഥാ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യ ഒരുവൻ ക്രൂസിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ടുവോ? ശരീരമാ സകലം അടിയേറ്റ് തകർക്കപ്പെട്ടവന്, ശരീരത്തിലെ മാംസകഷ്ടങ്ങൾ ചേർന്നപ്പെട്ടവന്, അവരിതാ മനുഷ്യരുടെ വായിലെ നികൃഷ്ടമായിരിക്കുന്ന തുപ്പലേറ്റുകൊണ്ട് നിന്നതിനായിട്ട് ഇതാ പരസ്യമായിട്ട് ഗോൽഗോഥാ മലമുകളിൽ കിടക്കുമ്പോൾ പരസ്യമായിട്ടാണ് ഞാൻ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. അല്ലാതെ രഹസ്യമായിട്ടല്ല. അവൻ പരസ്യമായിട്ട് എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ, നിനക്ക് വേണ്ടി മരിച്ചെങ്കിൽ പരസ്യമായിട്ട് ഞാൻ അവനെ ഉയർത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അയ്യോ, അവന്റെ ശരീരത്തിലെ മാംസകഷ്ടങ്ങൾ ചിതറിപ്പോയത് നിന്റെ പാപനിമിത്തമാ. അതെ, ഇന്ന് ജനിച്ച നിന്റെ പാപത്തിന്റെ ശിക്ഷയാണ് അന്ന് അവൻ ഏറ്റത്. ഇതാണ് പ്രിയപ്പെട്ടവരെ ഗോഡ് ഈസ് ഔട്ട്, ദൈവ സ്നേഹമാകുന്നു പറയുന്നത്. ഇത് മതഭക്തിയല്ല, മതപരിവർത്തനമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുത്തൻ ഏതെങ്കിലും മതം വിട്ട് ക്രിസ്ത്യ മതത്തിൽ കയറിയ കള്ളു കുടിക്കാമെന്നുള്ളതിനപ്പുറം, അതായത് ഈസ്റ്ററിനും ക്രിസ്തുമസിനും വീട്ടിലിരുന്ന് കള്ളു കുടിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമല്ല. അത് ക്രിസ്തീയ മതത്തിൽ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നോക്കുവിന് മതപരിവർത്തനം കൊണ്ട് ഒന്നും നേടുന്നില്ല. ഒരു മതത്തിലും ദൈവമില്ല, നിങ്ങൾ തന്നെ അതില്ലോ. രാത്രിയായിട്ട് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല, പാപവചനം നേടുവാൻ കഴിഞ്ഞിട്ടില്ല. ഓരോ ദിവസം കഴിയുന്നതോറും പണവും സമയവും മെനക്കെടുന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് പ്രവാചകൻ വിളിച്ചു പറയുന്നു, ആ പ്രവാചകൻ ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്, അപ്പമല്ലാത്തതിന് ദ്രവ്യവും നിങ്ങൾക്ക് തെറ്റ് വരുത്തുവാൻ കഴിയാത്തതിന് നിങ്ങളുടെ പ്രയത്നപരവും ചെലവിടുന്നതിന് ഇന്നേവരെ നിങ്ങളുടെ ആത്മാവിന്റെ വിശപ്പ് മാറ്റുവാൻ നിങ്ങളുടെ മതഭക്തിക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നുവരെ നിങ്ങൾ എന്താണ് ഹൃദയത്തിൽ തൃപ്തി വരുത്താൻ നിങ്ങളുടെ യാഗങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദം നൽകി തരുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, അവന്റെ നാമം യേശു ക്രിസ്തു എന്ന്. പ്രിയപ്പെട്ട, ആർക്കെങ്കിലും സമാധാനം വേണമെങ്കിൽ, ആർക്കെങ്കിലും സ്വസ്ഥത വേണമെങ്കിൽ, നിന്നെ രക്ഷിപ്പാൻ പ്രാർത്ഥനയിരിക്കുന്ന നീ എത്ര പാപത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്നാണെങ്കിലും അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനെയും രക്ഷിക്കുന്നവൻ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത അറിവില്ലായ്മയിൽ നമ്മൾ ചെയ്ത സകല പാപങ്ങളും മായ്ച്ച് നമ്മളെന്താണ് തേജസ്സുള്ളതാക്കി തീർക്കുന്ന ഈ യേശു ക്രിസ്തു 2 മരണഭീതി നീങ്ങി. പ്രിയപ്പെട്ടെ, ഞാൻ പരസ്യമായിട്ട് പറയാം, എന്റെ പേര് വിജയഗോപാൽ, ഹിന്ദു മതത്തിൽ ജനിച്ചവൻ, ഇങ്ങനെയുള്ള ഉപദേശിമാരെ കളിയാക്കി നടന്നവൻ. ഈ റാന്നി പട്ടണത്തിൽ എനിക്കൊരു ട്രാക്ക് എന്നൊരു പാവപ്പെട്ട ഉപദേശി 36 വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ മുമ്പിൽ വെച്ച് ഞാൻ ആ ട്രാക്ക് ചുരുട്ടിക്കുട്ടി അവന്റെ മുമ്പിൽ എറിഞ്ഞ് കളഞ്ഞ്, ഈ കിളവിന് വേറെ വഴിയില്ലെന്ന് ചോദിച്ച നാവ് അതേ പട്ടണം മുഴുവനും കേൾക്കത്തക്കവണ്ണം എന്റെ രക്ഷകനെ ഉയർത്തുവാൻ എന്റെ കർത്താവ് എന്നെ കൊന്നു കളഞ്ഞവനല്ല, എന്റെ നാവിനെ അറുത്ത് കളഞ്ഞവനല്ല, എന്റെ പാപങ്ങളെ ക്ഷമിച്ച് എന്റെ നാവിനെ ശുദ്ധീകരിച്ച് അവൻ തന്നെ സത്യദൈവമെന്നും നിത്യജീവനെന്നും പരസ്യമായിട്ട് പ്രസംഗിപ്പണ്ടക്കവണ്ണം എന്നെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത ഈ ക്രിസ്തുവിനെ ഞാൻ ഘോഷിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു നിർത്തുന്നു, യേശു ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. നീ ഇന്നലെ ഒരു സുവിശേഷകനെ തല്ലിയവനാണ്, നീ ഇന്നലെ ഒരു സുവിശേഷകനെ തുപ്പിയവനാണ്, ഇന്നലെ നീ ഒരു സുവിശേഷകനോട് എന്താണ് ഇപ്പൊ ഞാൻ പറയുമ്പോൾ തന്നെ പല്ല് കഴിച്ച് ഇറുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിന്നെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് നീ തള്ളിക്കളയുന്നത്. ഈ ലോകത്തിൽ നീ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും നിന്റെ കൂടെ വരാമെന്ന് വാക്ക് തന്നവൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഭാര്യ നിന്റെ കൂടെ വരത്തില്ല, ഭർത്താവ് കൂടെ വരത്തില്ല, നീ കൊടി പിടിച്ച് ജയ് വിളിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് നിന്റെ കൂടെ വരത്തില്ല. വേണ്ട, നീ കഷ്ടം സഹിച്ച് വേദന സഹിച്ച് കടബാധ്യതയിലായിട്ട് രോഗിയായിട്ട് വീട്ടിലിരുന്നപ്പോഴ് എന്റെ കുഞ്ഞ് നിന്റെ ഏതെങ്കിലും നേതാവ്
കർത്താവ് വീട്ടിൽ വന്ന മോനെ സാരമില്ലടാ എന്നൊരു വാക്കിലും പറഞ്ഞു. ഇല്ലല്ലോ, ഒരു പള്ളിയിലെ പുരോഹിതനും വന്നില്ല, ക്ഷേത്രത്തിലെ പുരോഹിതനും വന്നില്ല. എന്നാൽ പ്രിയപ്പെട്ട ഞങ്ങളെ പോലുള്ളവര്, നിങ്ങൾ വെറുക്കുന്ന ഞങ്ങളെ പോലുള്ളവര് നിങ്ങളുടെ അടുക്കലേക്ക് ഓടി വരുന്നത് ഞങ്ങൾ അനുഭവിക്കുന്ന ആ സമാധാനം നിങ്ങളും കൂടെ അനുഭവിക്കണമെന്നാണ്. എന്നെ കേൾക്കുന്നവരെ, ആരും സുവിശേഷത്തെ തള്ളിക്കളയല്ല, ആരും സുവിശേഷത്തിനെതിരെ നിങ്ങളുടെ കാതുകളെ കൊട്ടി അടക്കിച്ചതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മളെല്ലാവരും മരണമുള്ളവരാണ്. നാളെ മരിച്ചതിന് ശേഷം നമ്മളെല്ലാവരും വീണ്ടും ഈ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടവരാണ്. എന്നിട്ടോ ഈ ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന് കണക്ക് തീർക്കേണ്ടവരാണ്. അന്ന് നിങ്ങൾ വിചാരിക്കുവേണ്ട, ഈ ഉപദേശിമാർ ഞങ്ങൾ എത്ര സ്നേഹിച്ചിരുന്നു, അയ്യോ ഒരു ലജ്ജയും കൂടാതെ ഞങ്ങൾ തുപ്പിയിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന മോനെ യേശുക്രിസ്തുവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ ഈ ഉപദേശിമാർ ഞങ്ങൾ എത്രമാത്രം സ്നേഹിച്ചവരാണ്. അന്ന് നിങ്ങൾ നിലവിളിയോടെ നരകാട്ടിലേക്ക് പോകാതിരിക്കേണ്ടതിന് ഇന്ന് അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. നമ്മുടെ അകൃത്യങ്ങളൊക്കെ അവൻ പ്രിയപ്പെട്ടവരെ കഴുകി മാറ്റി നമ്മളെ ശുദ്ധിയുള്ളതായിട്ട് തീരും. നമ്മുടെ പാപം കടുചോപ്പാനുള്ളത് ഹിമം പോലെ വെളുപ്പിച്ചു തരും. ആ നീതിമാന്റെ രക്തം ഭൂമിയിൽ ചൊരിഞ്ഞത് നമ്മുടെ പാപത്തെ കഴുകുവാനാ. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നീ എന്താണ് ചെയ്യേണ്ടത്? ഉന്നത പാപങ്ങളെ താഴ്ത്ത് പ്രിയപ്പെട്ടത്. ഞാനൊരു മനുഷ്യനാ, ഞാൻ വെറും ഒരു മനുഷ്യനാ. ഇന്നലെ ജനിച്ചവനാ, നാളെ മരിച്ചു പോകേണ്ടവനാ. ഞാനൊരു മതത്തിൽ ജനിച്ചതിന്റെ കാരണം എന്റെ അപ്പനും അമ്മയെ മതക്കാരനായതുകൊണ്ട് മാത്രമാണ്. എന്റെ അപ്പനും അമ്മയും വേറൊരു മതസ്ഥനായിരുന്നെങ്കിൽ ഞാൻ വെറുക്കുന്ന മതത്തിൽ ഞാൻ ജനിക്കുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടെ, നാളെ നമ്മൾ മരിച്ചു പോകേണ്ടത് കൊണ്ട് ഇത്ര മാത്രം ചിന്തിക്കുക. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ഈ കർത്താവ് മാത്രമേ ജീവനുള്ളവനുള്ളൂ. അവൻ മാത്രമേ നിത്യജീവനും സർവ്വശക്തിയുള്ളവനുമായിട്ടുള്ളൂ. അതുകൊണ്ട് മരണമുള്ള ഞാൻ, പുഴുവായിരിക്കുന്ന ഞാൻ എന്നെ തന്നെ താഴ്ത്തി ആ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ആശിക്കുന്നു. കർത്താവേ, നീ എനിക്ക് വേണ്ടി മരിച്ചു, നീ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപത്തിന്റെ ശിക്ഷ നീ ഏറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ എന്റെ ദൈവവും എന്റെ കർത്താവുമാകുന്നു എന്ന് അംഗീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്വർഗം നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരും. സ്വർഗത്തിന്റെ സ്നേഹം നിങ്ങളെ ചുറ്റി വരിഞ്ഞുകൊള്ളും. പ്രിയപ്പെട്ടവരെ, വേദനകളിൽ നിന്ന് സമാധാനവും സൗഖ്യം തരും. രോഗസൗഖ്യവും ഈ ക്രിസ്തുവിലുണ്ട്. അതിനുശേഷം നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ടതിന് ശേഷം സ്നാനമേൽക്കുമ്പോൾ, യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിൽ മരിക്കുമ്പോൾ ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തരും, പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും. പ്രിയപ്പെട്ട, ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ആരുടെ യാഗങ്ങൾക്കോ വഴിപാടുകൾക്കോ തീർത്ഥാടനങ്ങൾക്കോ പ്രിയപ്പെട്ട നിങ്ങളുടെ പണം മുഴുവൻ വെച്ച് ദരിദ്രന്മാർക്ക് കൊടുത്താലുമോ നിങ്ങൾക്ക് പാപമോചനം കിട്ടത്തില്ല. പാപമോചനം യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങൾ വരുന്നതിനാണ്. അതിന് ഒരു വഴി മാനസാന്തരപ്പെടുകയും സ്നാനമേ യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ച് വരും ദിവസങ്ങളിൽ ആ കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട, അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ മരിക്കുകയോ യേശുക്രിസ്തു മടങ്ങി വരികയോ ചെയ്താൽ നമ്മൾ അവരോട് കൂടെ സ്വർഗത്തിലേക്ക് പറന്നുപോയാലും അവരോട് കൂടെ 1000 വർഷം ഭൂമിയിൽ വാസം ചെയ്തതിനു ശേഷം നമ്മൾ സ്വർഗത്തിലേക്ക് കടന്നു പോകും. എന്റെ പ്രിയപ്പെട്ട, ഈ പ്രസംഗത്തിന് മരിച്ചതിന് ശേഷം നമുക്ക് കണക്ക് തീർക്കാം. നിങ്ങൾ പലരും എന്നെ കാണുന്നില്ല, പക്ഷെ എന്താണ്, ഈ പട്ടണം മുഴുവനും കണ്ടുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എന്റെ പ്രസംഗം ഇതിന്റെ ഓരോ മൂലയിലേക്കും പ്രവേശിക്കുന്നുണ്ട്. ഹൃദയം തകർന്നിരിക്കുന്നവർക്ക് എന്താണ് ഈ വാക്കുകൾ ആശ്വാസമാണ്. എന്നാൽ നെഗളില് ഈ വചനത്തോട് എതിർത്ത് നിൽക്കുന്നു. അതേ പ്രിയപ്പെട്ടെ, ഒരു മനുഷ്യൻ നശിച്ചു പോകുവാനും ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുവാനും ഒരേ ഒരു മാർഗം യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം മാത്രമാണ്. നിങ്ങളതിനെ അംഗീകരിക്കുന്നെങ്കിൽ ഏത് നശിച്ചു കിടക്കുന്നവരും രക്ഷയുണ്ടാകും. നിങ്ങളിനെ നിഷേധിക്കുന്നെങ്കിൽ ഏത് രാജാവാണെങ്കിൽ ശരി നിങ്ങൾ നശിച്ചു പോകും. ഒരു കഥയോടെ പറയാൻ, പണ്ട് നെബൂഖദ്നേസർ എന്ന് പറഞ്ഞ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. BC 500 കാലഘട്ടങ്ങളില് ബാബിലോണിയ സാമ്രാജ്യം വാണവനാണ്. ഈ സർവ്വഭൂമിയുടെ മഹത്വമായിരുന്നു അവനുള്ളത്. അവനെന്ത് ചെയ്യുന്നറിയാമോ? ദൈവം അവന് സർവ്വരാജ്യങ്ങളും കൊടുത്തപ്പോൾ അവൻ അഹങ്കരിച്ചിട്ട് നഗരിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം എന്റെ കൈ കൊണ്ടല്ലയോ നേടിയത്, ഈ സകല സാമ്രാജ്യങ്ങളിൽ ഞാൻ കീഴടക്കിയത് എന്റെ കൈ കൊണ്ടല്ലയോ എന്ന് ചോദിച്ച മാത്രയില്ല അവനെന്താണ്, ഒരു മൃഗത്തെ പോലെ അവന്റെ ശരീരത്തിൽ രോഗം വളർന്നു. അവനൊരു മൃഗത്തെ പോലെ പുല്ല് തിന്നുവാനായിട്ട് വനത്തിലേക്ക് പോയി. മഞ്ഞും വെയിലും കൊണ്ട് അവന്റെ ശരീരം പ്രിയപ്പെട്ടവരെ കഠിനമായിരിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ ആകാശത്തേക്ക് നോക്കി ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ ദൈവം അവനെ തിരിച്ച് തന്റെ യഥാസ്ഥാനത്താക്കിയതുപോലെ, നീ നശിച്ചു പോകേണ്ട കാരണം എന്നാണ് സുവിശേഷത്തെ നീ തള്ളിക്കളഞ്ഞത്, എന്നാണ് നിന്റെ അധികാരം കൊണ്ടും അഹങ്കാരം കൊണ്ടും സുവിശേഷത്തെ പാവപ്പെട്ട ഉപദേശിമാരിൽ നിന്റെ വീട്ടുപടിക്കൽ വന്നപ്പോഴ് എന്നാണ് നിന്റെ ഉപദേശം, എന്നാണ് നീ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞെന്ന് ചിന്തിച്ചാൽ നിനക്ക് മനസ്സിലാകും. അന്ന് തൊട്ട് നിന്റെ സർവനാശം തുടങ്ങിയതാണ്. എന്നാൽ ഇവിടെ ദൈവം നിന്നെ തള്ളിക്കളയുന്നില്ല. മറിഞ്ഞ് ഈ കർത്താവിനെ ഏറ്റു പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന് ഒരു പുതിയ അനുഭവം വരും. ഇരുട്ട് മാറി വെളിച്ചം വരുന്ന ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരുമായിക്കോട്ടെ, ഈ യേശുക്രിസ്തുവിനെ നിന്ന ഒരു രാജ്യത്വവും നിലനിന്നിട്ടില്ല. ഒറ്റ രാജ്യത്വവും നിലനിൽക്കത്തില്ല. ആരെങ്കിലും കർത്താവിനെ അംഗീകരിക്കുന്നെങ്കിൽ അവൻ നിലനിൽക്കും. അവനെ തള്ളിക്കളഞ്ഞ ഒരു രാജ്യത്വവും ഭൂമിയിൽ നിലനിന്നിട്ടില്ല. പ്രിയപ്പെട്ടത്, ഒരു രാജ്യവും നിലനിന്നിട്ടില്ല. ഈ സത്യദൈവത്തെ വിട്ടുകളഞ്ഞ് ഒരുക്കം പോലും ഈ ഭൂമിയിൽ സമാധാനം കൊണ്ട് ജീവിച്ചിട്ടുമില്ല. ഞാൻ വ്യക്തിപരമായിട്ടും സമൂഹപരമായിട്ടും ഞാൻ പറയുന്നു, ഈ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ ഒരു ഹൃദയത്തിലും സമൂഹത്തിലും സമാധാനമില്ല. സകല പാപങ്ങളിലും വീണ് അവരെന്താണ് നരകാട്ടിയിലേക്ക് ഒഴുകി പോവുകയാണ്. ചിലർ ദൈവമില്ലെന്ന് പറയുന്നു, ചിലർ ദൈവമുണ്ടെന്ന് പറയുന്നു. ദൈവം ആരെന്ന് അറിയുന്നില്ല. എന്നാൽ എല്ലാവർക്കും മുമ്പിൽ ഈ പരസ്യമായിട്ട് യേശുക്രിസ്തുവിനെ നിർത്തുകയാണ്. സകല ജാതി മതസ്ഥരെ മധ്യേ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തി നിർത്തുകയാണ്. അവനിൽ നിങ്ങളുടെ പാപമോചനവും വീണ്ടെടുപ്പും സാധ്യമാണ്. അതുകൊണ്ട് ഉന്നത പാപങ്ങളെ താഴ്ത്തുവിൻ, നിങ്ങളെ വിട്ടുകളയുവിൻ. നാളെ മരിച്ചു പോകുന്ന നിങ്ങൾ ഈ യേശുക്രിസ്തുവിന് മുമ്പിൽ കണക്ക് തീർക്കേണ്ടതാകിയാല്
പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളെ താഴ്ത്തി ഇവനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ച് പാപമോചനം നേടി ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമായിട്ട് കോടാനുകോടി വർഷം കഴിഞ്ഞാലും തീർന്നു പോകാത്ത നിത്യ സ്വർഗത്തിലേക്ക് നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും പറന്നു ഉയർന്നുകൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുന്നു. വിശ്വസിക്കുന്ന ഏവരെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കും.